കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിലെ ഓടയിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന പ്രശ്നം പരിഹാരമില്ലാതെ തുടരുന്നു. ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്ത വിധം ഓട അടഞ്ഞുകിടക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. കൊതുകും മറ്റു രോഗാണുക്കളും വെള്ളത്തിൽ നിറഞ്ഞ് പരിസരത്ത് വ്യാപിക്കുന്ന സ്ഥിതിയുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു പറഞ്ഞു. കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ റോഡിനോട് ചേർന്നുള്ള ഓടയിൽ മലിനജലം നിറഞ്ഞുകിടക്കുകയാണ്. ഇതുവരെ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ഓടയുടെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തി മൂടുകയും ഓടയ്ക്ക് മുകളിൽ മതിൽ കെട്ടുകയും ചെയ്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് പെരുകുകയാണ്. മറ്റു രോഗാണുക്കളും വെള്ളത്തിലുണ്ട്. കടുത്ത ദുർഗന്ധമാണ് പരിസരത്തെങ്ങും. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാന, ആ കാനങ്ങൾ വരുന്നതിന് നമ്മുടെ തടിക്കളത്തിൽ നിന്നുള്ള വെള്ളം മുതൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ കാനയിലൂടെ ഒഴുകി വരുന്നത്. അതുപോലെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണെങ്കിലും ഈ കലിങ്ങിൻ്റെ അടിക്കലങ്ങൾ വന്നിട്ട് ഈ നമ്മുടെ ഈ ജീസസ് ലാബിന് മുൻവശത്ത് ആ ഓട തുറന്നു കിടക്കുന്നുണ്ട്. അവിടെ തുറന്നു കിടക്കുന്നതിൻ്റെ ഏറ്റവും അങ്ങറ്റം മറ്റേ സ്ഥലക്കാരന് കെട്ടി അടി കൂട്ടി അല്ല വെള്ളം പോകാൻ പറ്റാത്ത രൂപത്തിലാക്കിയിട്ട് ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാം. കൊതുകും കൂത്താടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. ഒരു ശരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇത് വന്നു നിൽക്കുന്നത്. അതാ നേരത്തെ ഉണ്ടായിരുന്ന റോഡ് കെട്ടി അടച്ച് മതിൽ കെട്ടിയില്ലായിരുന്നെങ്കിൽ മണ്ണിട്ട് മൂട്ടിയില്ലായിരുന്നെങ്കിൽ ഈ വെള്ളം അതിൽ ഞങ്ങൾ ഒഴുകിപ്പോയേനെ. അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ ഓടയിലുണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സുഗമമായി ഓടയിലൂടെ വെള്ളമൊഴുക്കാൻ മൂടിയ ഓട പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. എന്നാൽ സ്വകാര്യ വ്യക്തിക്ക് അനുകൂല നിലപാടല്ല ഉള്ളത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജുവും കൗൺസിലർമാരും വ്യാഴാഴ്ച നടത്തിയ ഇടപെടലും ഫലം കണ്ടില്ല. ഈ സാഹചര്യത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയാനുള്ള മാർഗം ആലോചിച്ചു വരികയാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. വേണ്ടിവന്നാൽ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്നും വ്യാപാരികളെയും പൊതുജനങ്ങളെയും പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുമാണ് സമീപത്തെ സ്ഥാപനങ്ങളിലുള്ളവരുടെ ആവശ്യം. ഞങ്ങൾക്ക് വേണ്ടതിന് ഈ ഓട അങ്ങോട്ടേക്ക് നീട്ടിയിട്ട് റോഡ് തെളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വെള്ളം പോകാം. വെള്ളം പോയാലേ ഇവിടുത്തെ വെള്ളക്കെട്ട് നിൽക്കുള്ളൂ. ഈ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഈ കടക്കാരുടെ മൊത്തം റോഡിലും വെള്ളം കയറും, കടക്കാരുടെ അതിനകത്ത് മൊത്തം വെള്ളം കയറും. ശുചീകരിക്കുന്നതിനായി നടത്തിയ പ്രവൃത്തി മൂലം തിരക്കേറിയ റോഡിന്റെ ഓരത്ത് ഓടകൾ തുറന്നു കിടക്കുന്നതും മറ്റൊരു പ്രശ്നമാണ്. റോഡിലൂടെ നടന്നു പോകുന്നവർ ഓടയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. കടകളിലേക്ക് ആളുകൾക്ക് കയറാനും പ്രയാസമാണ്. ഓടയ്ക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കാൻ തയ്യാറാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മുനിസിപ്പാലിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കാതെ പണികൾ ചെയ്യാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി. GTV ന്യൂസ്, കോതമംഗലം.